മുഅ്മിനീങ്ങളെ ആ കുട്ടി ചെയ്തത് ഉമ്മാന്റെ വയറ്റിൽ 9 മാസം കടന്നു എന്നാണോ? അല്ല. അതെ, ആ മാതാപിതാക്കൾ വിശദീകരിക്കാൻ തുടങ്ങി. അതെ, ഈ തന്ന മക്കൾക്കുള്ള അവസ്ഥ ഇങ്ങനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്കപ്പോൾ ദമ്പതിമാർ വേറെയുണ്ട്, മക്കളായിട്ടുള്ള കഷ്ടം ഇങ്ങനെ വേറെയുണ്ട്. ആലോചിച്ചു നോക്കൂ. ഓ മുഅ്മിനെ, നന്റെയും നിങ്ങളെയും മഹ്ളായ ഫضل കൊണ്ട്, റബ്ബിന്റെ മഹ്ളായ ഫضل കൊണ്ട് കിട്ടുന്നതാണ് മക്കൾ. അല്ലാതെ ആരോഗ്യം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതാരും ധരിച്ചു പോകും വേണ്ട. എന്തേ ചെയ്ത തെറ്റു? അതെ, ഇപ്പോഴത്തെ എല്ലാവർക്കുള്ള സല്ലാപമുള്ള ജീവിതമുണ്ടല്ലോ, അള്ളാഹ് പരീക്ഷിച്ചു തുടങ്ങി. അതെ, നല്ല നിക്കാഹ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിക്കാഹിനൊന്നും കുഴപ്പമില്ല. ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അതേ ഗെറ്റ് ടുഗദർ, ബാക്ക് ടു ബാക്ക്, അവനവന്റെ സ്കൂളിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ടല്ലോ, ആ സംഗമത്തിൽ ഈ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ, ഈ പെൺകുട്ടി അതേ വീണ്ടും ആ ഗെറ്റ് ടുഗദർ പോയി. അങ്ങനെ 10ാം ക്ലാസ് പരിചയമായ ചെറുക്കനായിട്ട് വീണ്ടും സല്ലാപം തുടങ്ങിയതിന്റെ ശേഷം നേരത്തെ കെട്ടിയ ചെറുക്കനായിട്ട് അതേ ത്വലാഖ് ചൊല്ലിയിട്ടില്ല, അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ പിന്നീട് ത്വലാഖും ചോദിച്ചു വാങ്ങി. എന്നിട്ടോ 3 വർഷം ഹറാമായ എല്ലാ ജീവിതം ഈ ചെറുക്കനായി ജീവിച്ചതിന്റെ ശേഷം അല്ലാഹു കൊടുത്തു മുഅ്മിനേ. അതെ, പേരിലൊരു നിക്കാഹ് ചെയ്തതിന് ശേഷം അല്ലാഹു കൊടുത്ത അവസ്ഥയാണത്. ആ ദമ്പതിമാർ പറഞ്ഞ അവസ്ഥയാ. ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ ദമ്പതിമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഓ തങ്ങളെ, ഈ മോനെ അല്ലെങ്കിൽ ഈ മകള് എന്ന് പറയാൻ അവർക്കില്ല. കാരണം അവയവത്തിന്റെ അവസ്ഥ ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ കുട്ടീനെ എറിഞ്ഞു കൊല്ലാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചു പോയി. നഊദു ബില്ലാഹ്. ഒരു മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണത്. അല്ലാഹ് അത്രത്തോളം അവനെ ധൈര്യാവസ്ഥയെ എത്തിച്ചുപോയി. കണ്ണെന്ന് വെള്ളം വന്നു. നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന തങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്റെ ഫഖർ കൂടാനോ അല്ല കണക്കുള്ള ദർജ വരാനല്ല, അല്ലാഹ് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ട് എന്റെ കൽബും നിങ്ങളെ കൽബും നന്നാവാൻ വേണ്ടിയാണ് മുഅ്മിനേ. അതുകൊണ്ട് അതേ സല്ലാപമായി ജീവിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നിങ്ങളെല്ലാ ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ടുള്ള ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹറാമ് തന്നെ. തൗബ ചെയ്തോ. അല്ലാഹ് ഏറ്റവും നല്ല ഗഫൂറാണ്, അല്ലാഹ് പൊരുത്തപ്പെടുന്നവരാണ്. 99 കൊന്നവൻ അല്ലാഹ് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ സോദരാ, അതേ അവസാനം പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് ഖുർആൻ സൂര്യനുദിക്കുന്നത് വരെ എനക്കും നിങ്ങൾക്കും തൗബ ചെയ്യാൻ സമയമുണ്ട്. ആ സമയം വരെ തൗബ ചെയ്യാതെ പിന്നെ എവിടെയാണ് മുഅ്മിനീങ്ങൾ എനക്കും നിങ്ങൾക്കും ആഖിറം വിജയിക്കുക? അതേ, നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം മുഅ്മിനീങ്ങളെ. വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് ചെരുവുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ, ആ നിസ്കരിച്ചവൻ ഇവൻ പെട്ടവനാവാ, ഇങ്ങനെ ചെയ്തവനാവാ എന്ന ബോധം എന്റെ കൽബിലും നിങ്ങളെ കൽബിലും വേണം. അല്ലാഹു സലാമത്താക്കട്ടെ. നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ദീനിനെതിരെ ഞാനും നിങ്ങളും പ്രവർത്തിക്കണ്ട. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ പോയാൽ ജനറേഷൻ എക്കാലത്തും ഒന്ന് തന്നെ. എന്റെയും നിങ്ങളെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന